എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മൻ കി ബാത്ത് രാജ്യത്തിൻ്റെയും രാജ്യവാസികളുടെയും നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ്. രാജ്യം ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിന് അടുത്തിടെ ഡൽഹിയിൽ നടന്ന ഗ്ലോബൽ AI ഇമ്പാക്റ്റ് സമ്മിറ്റിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. നിരവധി രാജ്യങ്ങളിലെ നേതാക്കൾ, വ്യവസായ ലോകത്തെ ലീഡേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നിവർ AI ഇമ്പാക്റ്റ് സമ്മിറ്റിനായി ഭാരത് മണ്ഡപത്തിൽ ഒത്തുകൂടുകയുണ്ടായി. വരും കാലങ്ങളിൽ AIയുടെ ശക്തി ലോകം എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? ഈ ദിശയിൽ ഈ സമ്മിറ്റ് ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തെളിഞ്ഞു. സുഹൃത്തുക്കളെ, സമ്മിറ്റിൽ എനിക്ക് വേൾഡ് ലീഡേഴ്സിനെയും ടെക് CEOമാരെയും കാണാനുള്ള അവസരം ലഭിച്ചു. AI സമ്മിറ്റിൻ്റെ എക്സിബിഷനിൽ ഞാൻ വേൾഡ് ലീഡേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. 2 കാര്യങ്ങൾ ഞാൻ സമ്മിറ്റിൽ സവിശേഷമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 2 പ്രൊഡക്റ്റുകളും ലോകമെമ്പാടുമുള്ള ലീഡേഴ്സിനെ ഒരുപാട് ആകർഷിച്ചു. ആദ്യത്തെ പ്രൊഡക്റ്റ് അമൂലിൻ്റെ ബൂത്തിലായിരുന്നു. അതിൽ മൃഗങ്ങളെ ചികിത്സിക്കുന്നതിൽ AI നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നായിരുന്നു കാണിച്ചിരുന്നത്. അതായത് എല്ലാ ദിവസവും 24 മണിക്കൂറും AI അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടെ കർഷകർ അവരുടെ ഡയറിയുടെയും മൃഗങ്ങളുടെയും കണക്കുകൾ സൂക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ലോകമെമ്പാടുമുള്ള ലീഡേഴ്സ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയെല്ലാമാണ് AIയുടെ സഹായത്തോടെ നമ്മൾ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളെയും പുരാതന വിജ്ഞാനത്തെയും നമ്മുടെ കൈയെഴുത്ത് പ്രതികളെയും സംരക്ഷിക്കുന്നതെന്നും ഇന്നത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റുന്നതെന്നും കണ്ടു. സുഹൃത്തുക്കളെ, എക്സിബിഷനിൽ പ്രദർശനത്തിനായി സുശ്രുത സംഹിതയാണ് തിരഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ ടെക്നോളജിയുടെ സഹായത്തോടെ എങ്ങനെയാണ് നമ്മൾ കൈയെഴുത്തു പ്രതികളുടെ ഇമേജ് ക്വാളിറ്റി മെച്ചപ്പെടുത്തി അവയെ വായിക്കാൻ യോഗ്യമാക്കുന്നത് എന്ന് കാണിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഈ ഇമേജിനെ മെഷീനിൽ വായിക്കാൻ കഴിയുന്ന ടെക്സ്റ്റാക്കി മാറ്റി. അടുത്ത ഘട്ടത്തിൽ മെഷീൻ റീഡബിൾ ടെക്സ്റ്റ് ഒരു AI അവതാർ വായിച്ചു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ ടെക്നോളജിയിലൂടെ ഈ അമൂല്യമായ ഭാരതീയ വിജ്ഞാനം ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും എങ്ങനെ വിവർത്തനം ചെയ്യാമെന്നും ഞങ്ങൾ കാണിച്ചു. ഭാരതത്തിൻ്റെ പുരാതന വിജ്ഞാനത്തെ ആധുനിക അവതാരിലൂടെ അറിയുന്നതിൽ വേൾഡ് ലീഡേഴ്സ് വലിയ താൽപ്പര്യം കാണിച്ചു. സുഹൃത്തുക്കളെ, ഈ സമ്മിറ്റിൽ AI രംഗത്ത് ഭാരതത്തിൻ്റെ അത്ഭുതകരമായ കഴിവുകൾ ലോകം കണ്ടു. ഈ അവസരത്തിൽ ഭാരതം 3 മെയ്ഡ് ഇൻ ഇന്ത്യ AI മോഡലുകളും ലോഞ്ച് ചെയ്തു. ഇത് ഇന്നുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ AI സമ്മിറ്റായിരുന്നു. ഈ സമ്മിറ്റിനെ കുറിച്ചുള്ള യുവാക്കളുടെ ആവേശവും ഉത്സാഹവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. എല്ലാ ദേശവാസികളെയും ഈ സമ്മിറ്റിൻ്റെ വിജയത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, കളിക്കുന്നവർക്കേ തിളങ്ങാനാവൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കായികം നമ്മെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ T20 വേൾഡ് കപ്പിലെ മത്സരങ്ങൾ കാണുന്നുണ്ടാവും. എനിക്ക് ഉറപ്പാണ്, മത്സരം കാണുമ്പോൾ പലതവണ നിങ്ങളുടെ കണ്ണുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക കളിക്കാരനിൽ ഉടക്കിയിട്ടുണ്ടാവും. ജേഴ്സി മറ്റേതെങ്കിലും രാജ്യത്തിൻ്റേതായിരിക്കും. പക്ഷെ പേര് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, ഹേയ്, ഇത് നമ്മുടെ രാജ്യക്കാരനാണല്ലോ എന്ന്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും
ഒരു കോണിൽ ഒരു ചെറിയ സന്തോഷം വരും. കാരണം ആ കളിക്കാരൻ ഇന്ത്യൻ വംശജനായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്ന ആ രാജ്യത്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹം കളിക്കുന്നത്. അവർ അവരവരുടെ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് പൂർണ്ണ മനസ്സോടെ കളിക്കളത്തിൽ ഇറങ്ങുന്നു. ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. കനേഡിയൻ ടീമിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരായ കളിക്കാരുള്ളത്. ടീം ക്യാപ്റ്റൻ ദിൽപ്രീത് ബാജ്വ ജനിച്ചത് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ്. നവനീത് ധലിവാൾ ചണ്ഡീഗഡ് സ്വദേശിയാണ്. ഈ പട്ടികയിൽ ഹർഷ് ഠാക്കൂർ, ശ്രേയസ് മോവ തുടങ്ങി നിരവധി പേരുകളുണ്ട്. അവർ കാനഡയോടൊപ്പം ഇന്ത്യയുടെയും അഭിമാനം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ ടീമിൽ പലരും ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വന്നവരാണ്. അമേരിക്കൻ ടീം ക്യാപ്റ്റൻ മോനാങ് പട്ടേൽ ഗുജറാത്തിൻ്റെ അണ്ടർ 16, അണ്ടർ 18 ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. മുംബൈയുടെ സൗരഭ്, ഹർമീത് സിംഗ്, ഡൽഹിയുടെ മിലിന്ദ് കുമാർ, ഇവരെല്ലാം അമേരിക്കൻ ടീമിൻ്റെ അഭിമാനമാണ്. ഒമാന്റെ ടീമിൽ ഇന്ന് പലരും മുൻപ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കളിച്ചിട്ടുള്ളവരാണ്. ജതീന്ദർ സിംഗ്, വിനായക് ശുക്ല, കരൺ, ജയാശീഷ് തുടങ്ങിയ കളിക്കാർ ഒമാൻ ക്രിക്കറ്റിൻ്റെ ശക്തമായ കണ്ണികളാണ്. ന്യൂസിലൻഡ്, UAE, ഇറ്റലി എന്നീ ടീമുകളിലും ഇന്ത്യൻ വംശജരായ കളിക്കാർ തങ്ങളുടെ ഇടം നേടുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ഇന്ത്യൻ വംശജരായ കളിക്കാർ അവരുടെ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുകയും അവിടുത്തെ യുവാക്കൾക്ക് പ്രചോദനമാകുകയും ചെയ്യുന്നു. ഭാരതീയതയുടെ പ്രത്യേകത ഇതുതന്നെയാണ്. ഭാരതീയർ എവിടെ പോയാലും തങ്ങളുടെ മാതൃഭൂമിയുടെ വേരുകളുമായി ബന്ധം പുലർത്തുന്നു. ഒപ്പം തങ്ങളുടെ കർമ്മഭൂമിയുടെ, അതായത് അവർ താമസിക്കുന്ന രാജ്യത്തിൻ്റെ വികസനത്തിലും സഹകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഏതൊരു മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ ഒരു ദുഃഖം വേറെ ഉണ്ടാകാനില്ല. ഒരു ചെറിയ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖം അതിലും വലുതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് കേരളത്തിലെ നിഷ്കളങ്കയായ ഒരു കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിനെ നഷ്ടമായി. വെറും 10 മാസങ്ങൾക്കുള്ളിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, അവളുടെ മുന്നിൽ ഒരു ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് അവസാനിച്ചത്. എത്രയോ സ്വപ്നങ്ങളും സന്തോഷങ്ങളും പാതി വഴിയിൽ നിന്നുപോയി. അവളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. എന്നാൽ ഇത്രയും വലിയ വേദനയ്ക്കിടയിലും ആലിൻ്റെ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിനും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയം അവരോടുള്ള ബഹുമാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു തീരുമാനമെടുത്തു. അവർ അലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു തീരുമാനം അവരുടെ ചിന്ത എത്ര മഹത്തരമാണെന്നും വ്യക്തിത്വം എത്ര വിശാലമാണെന്നും കാണിക്കുന്നു. ഒരു വശത്ത് അവർ തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൻ്റെ വേദനയിലായിരുന്നു. മറുവശത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും അവർക്കുണ്ടായിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നു, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ദിവസം വരാൻ പാടില്ലെന്ന്. ആലിൻ ഷെറിൻ എബ്രഹാം ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ അവളുടെ പേര് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓർഗൻ ഡോണർമാരുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഓർഗൻ ഡൊണേഷനെക്കുറിച്ചുള്ള അവബോധം തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ്. ഇത് ആവശ്യക്കാരായ ആളുകൾക്ക് സഹായകമാകുന്നുണ്ട്. അതോടൊപ്പം രാജ്യത്തെ മെഡിക്കൽ റിസർച്ചിനും ഇത് കരുത്ത് പകരുന്നുണ്ട്. ഈ ദിശയിൽ നിരവധി സ്ഥാപനങ്ങളും ആളുകളും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, കേരളത്തിലെ ആലിനെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അവർ ഓർഗൻ ഡൊണേഷനിലൂടെ മറ്റൊരാൾക്ക്
പുതിയ ജീവിതം നൽകി. ഉദാഹരണത്തിന് ഡൽഹിയിലെ ലക്ഷ്മി ദേവി. കഴിഞ്ഞ വർഷം അവർ കേദാർനാഥ് യാത്ര നടത്തി. അതിനായി അവർക്ക് 14 കിലോമീറ്റർ ട്രെക്കിംഗ് ചെയ്യേണ്ടി വന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് ശേഷമാണ് അവർ ഈ യാത്ര നടത്തിയതെന്നറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. അവരുടെ ഹൃദയം വെറും 15% മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു ഡോണറുടെ ഹൃദയം അവർക്ക് ലഭിച്ചു. അതിനുശേഷം അവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. പശ്ചിമ ബംഗാളിലെ ഗൗരാംഗ് ബാനർജി 2 തവണ നാഥുല സന്ദർശിച്ചിട്ടുണ്ട്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിലാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് ലങ് ട്രാൻസ്പ്ലാന്റിന് ശേഷമാണ്. രാജസ്ഥാനിലെ സികാറിലെ രാംദേവ് സിംഗിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ടി വന്നിരുന്നു. ഇന്ന് അദ്ദേഹം സ്പോർട്ടിംഗ് ആക്ടിവിറ്റികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ഒരുപാട് പ്രചോദനാത്മകമായ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ നല്ല പ്രവൃത്തി എത്രയോ പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്ന കാര്യം ഇത് വീണ്ടും തെളിയിക്കുന്നു. ഇത്തരം സത്പ്രവൃത്തികൾ ചെയ്ത എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ സമയത്ത് ഞാൻ ചെങ്കോട്ടയിൽ നിന്ന് പഞ്ചപ്രാണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിലൊന്നാണ് അടിമത്ത മനോഭാവത്തിൽ നിന്നുള്ള മോചനം. ഇന്ന് രാജ്യം അടിമത്തത്തിൻ്റെ പ്രതീകങ്ങളെ പിന്നോട്ട് തള്ളി ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ദിശയിൽ നമ്മുടെ രാഷ്ട്രപതി ഭവനും ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട്. നാളെ, അതായത് ഫെബ്രുവരി 23-ന് രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവം ആഘോഷിക്കും. ഈ അവസരത്തിൽ രാഷ്ട്രപതി ഭവന്റെ സെൻട്രൽ കോർട്ട്യാർഡിൽ ശ്രീ രാജഗോപാലാചാരിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു. അദ്ദേഹം അധികാരത്തെ ഒരു പദവിയായിട്ടല്ല, മറിച്ച് സേവനമായിട്ടാണ് കണ്ടിരുന്നത്. പൊതുജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ആത്മസംയമനം, സ്വതന്ത്രമായ ചിന്ത എന്നിവ ഇന്നും നമുക്ക് പ്രചോദനമാണ്. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും രാഷ്ട്രപതി ഭവനിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പ്രതിമകൾ നിലനിർത്തി. എന്നാൽ രാജ്യത്തിൻ്റെ മഹാന്മാരായ പുത്രന്മാർക്ക് സ്ഥാനം നൽകിയില്ല. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ എഡ്വിൻ ല്യൂട്ടൻസിന്റെ പ്രതിമയും രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ചിരുന്നു. ഇനി ഈ പ്രതിമയുടെ സ്ഥാനത്ത് രാജാജിയുടെ പ്രതിമ സ്ഥാപിക്കും. രാജാജി ഉത്സവത്തിൻ്റെ ഭാഗമായി രാജഗോപാലാചാരിയെക്കുറിച്ചുള്ള ഒരു പ്രദർശനവും ഉണ്ടായിരിക്കും. ഈ പ്രദർശനം ഫെബ്രുവരി 24 മുതൽ മാർച്ച് 1 വരെ നടക്കും. അവസരം കണ്ടെത്തി നിങ്ങളും ഇത് കാണാൻ തീർച്ചയായും പോകണം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളോട് ഡിജിറ്റൽ അറസ്റ്റിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡിജിറ്റൽ അറസ്റ്റിനെയും ഡിജിറ്റൽ ഫ്രോഡിനെയും കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ വലിയ ബോധവൽക്കരണം ഉണ്ടായി. പക്ഷേ ഇപ്പോഴും നമുക്ക് ചുറ്റും പൊറുക്കാനാവാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിരപരാധികളായ ആളുകളെ ഡിജിറ്റൽ അറസ്റ്റിൻ്റെയും ഫിനാൻഷ്യൽ ഫ്രോഡിൻ്റെയും ഇരകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു സീനിയർ സിറ്റിസൺ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് തട്ടിയെടുത്ത വാർത്തകൾ പുറത്തു വരുന്നു. ചിലപ്പോൾ പണമാണ് തട്ടിയെടുക്കുന്നത്. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി മാറ്റിവെച്ച പണമായിരിക്കാം അത്. വ്യാപാരികൾ വഞ്ചിക്കപ്പെടുന്ന വാർത്തകളും നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും ഫോൺ ചെയ്ത് ഞാൻ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ ചില വിവരങ്ങൾ നൽകണം എന്ന് പറയും. അതിനുശേഷം നിഷ്കളങ്കരായ ആളുകൾ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെയും ബോധവാന്മാരായും ഇരിക്കേണ്ടത് വളരെ
അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും KYC നോ യുവർ കസ്റ്റമർ, അതായത് നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക എന്ന ഈ പ്രോസസ്സിനെ കുറിച്ച് അറിയാമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് KYC അപ്ഡേറ്റ് ചെയ്യാനോ KYC ചെയ്യാനോ മെസ്സേജുകൾ വരുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം വരും: ഞാൻ നേരത്തെ തന്നെ KYC ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് വീണ്ടും എന്ന്. എന്നാൽ ഇതിൽ ബുദ്ധിമുട്ട് തോന്നരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ പണത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് പെൻഷൻ, സബ്സിഡി, ഇൻഷുറൻസ്, UPI എല്ലാം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഇടയ്ക്കിടെ KYC ചെയ്യാറുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണിത്. അതെ, ഇതിലും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം: കുറ്റവാളികൾ വ്യാജ് കോളുകൾ ചെയ്യാറുണ്ട്, SMS-കളും ലിങ്കുകളും അയക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. അത്തരം തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴരുത്. KYC അല്ലെങ്കിൽ KYC നിങ്ങളുടെ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നോ ഔദ്യോഗിക ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത മാർഗങ്ങളിലൂടെയോ മാത്രം ചെയ്യുക. OTP, ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർക്കും നൽകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നതാണ്. ഓരോ കാലാവസ്ഥയിലും ഭക്ഷണരീതിയും വസ്ത്രധാരണവും മാറുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ പാസ്വേഡും മാറ്റണമെന്ന് ഒരു റൂൾ ഉണ്ടാക്കുക. സുഹൃത്തുക്കളെ, അടുത്തിടെ ഭാരതീയ റിസർവ് ബാങ്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചിരുന്നു. ഈ സാമ്പത്തിക സാക്ഷരതാ യജ്ഞം ഇനി ഈ വർഷം മുഴുവനും തുടരും. അതുകൊണ്ട് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്തു വെക്കുക. ശരിയായ KYC, സമയബന്ധിതമായ KYC എന്നിവ ഓർത്തുവെക്കുക. അക്കൗണ്ട് സുരക്ഷിതമാക്കൂ, ശക്തനായ പൗരനാകൂ. കാരണം ശക്തരായ പൗരന്മാരിലൂടെയാണ് ശക്തവും സ്വാശ്രയവുമായ ഭാരതം ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ കർഷകർ അന്നദാതാക്കൾ മാത്രമല്ല, അവർ ഭൂമിയുടെ യഥാർത്ഥ സാധകരാണ്. മണ്ണിനെ പൊന്നാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമ്മുടെ കർഷകരിൽ നിന്ന് പഠിക്കണം. നമ്മുടെ ഇന്നത്തെ കർഷകർ പാരമ്പര്യവും ടെക്നോളജിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ്. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കർഷകർ ഇപ്പോൾ ഉത്പാദനത്തിൽ മാത്രമല്ല, ഗുണമേന്മയിലും വാല്യൂ എഡിഷനിലും പുതിയ വിപണികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒഡീഷയിൽ ഹിരോദ് പട്ടേൽ എന്ന യുവ കർഷകനെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. ഏകദേശം 8 വർഷം മുൻപ് വരെ അദ്ദേഹം തൻ്റെ പിതാവായ ശിവശങ്കർ പട്ടേലിനൊപ്പം പരമ്പരാഗത രീതിയിൽ നെൽകൃഷി ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം കൃഷിയെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങി. തൻ്റെ കൃഷിയിടത്തിലെ കുളത്തിന് മുകളിൽ അദ്ദേഹം ബലമുള്ള വല പോലെയുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി. അതിൽ പടർന്നു കയർന്ന പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചു. കുളത്തിന് ചുറ്റും അദ്ദേഹം വാഴ, പേര, തെങ്ങ് എന്നിവ നട്ടു. കുളത്തിൽ മത്സ്യകൃഷിയും തുടങ്ങി. അതായത് ഒരേ സ്ഥലത്ത് തന്നെ പരമ്പരാഗത കൃഷിയും നടക്കുന്നു, കൂടാതെ പച്ചക്കറിയും പഴങ്ങളും മത്സ്യവുമുണ്ട്. ഇത് ഭൂമിയുടെ മികച്ച ഉപയോഗത്തിന് കാരണമായിത്തീരുന്നു. കൂടാതെ വെള്ളം ലാഭിക്കാനുമായി. ഇതിലൂടെ അധിക വരുമാനവും ലഭിച്ചു. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും കർഷകർ അദ്ദേഹത്തിൻ്റെ ഈ മാതൃക കാണാൻ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരേ പാടത്ത് 570 തരം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നാടൻ ഇനങ്ങളുണ്ട്,
ഔഷധ ഗുണമുള്ള ഇനങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഇനങ്ങളുമുണ്ട്. ഇത് വെറുമൊരു കൃഷിയല്ല, വിത്തുകളുടെ പൈതൃകം സംരക്ഷിക്കാനുള്ള ഒരു മഹത്തായ യജ്ഞമാണ്. നമ്മുടെ കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കണക്കുകളിലും കാണാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉത്പാദക രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. 15 കോടി ടണ്ണിലധികം അരിയുടെ ഉത്പാദനം ഇതൊരു ചെറിയ നേട്ടമല്ല. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. ലോകത്തിൻ്റെ ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സംഭാവനയും നൽകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ കാർഷിക ഉത്പന്നങ്ങൾ വിമാനമാർഗം കൂടുതൽ എളുപ്പത്തിൽ വിദേശത്തെത്തുന്നുണ്ട്. കർണാടകയിലെ നഞ്ചൻഗുഡ് ഏത്തപ്പഴം, മൈസൂരു വെറ്റില, ഇണ്ടി നാരങ്ങ എന്നിവ മാലിദ്വീപിലേക്ക് കയറ്റി അയച്ചു. ഈ ഉത്പന്നങ്ങൾ അവയുടെ രുചിക്കും ഗുണമേന്മയ്ക്കും പേരുകേട്ടതാണ്. അവയ്ക്ക് GI ടാഗും ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ കർഷകർ ഗുണമേന്മയും ആഗ്രഹിക്കുന്നു, അളവും വർദ്ധിപ്പിക്കുന്നു, സ്വന്തമായി ഒരു വ്യക്തിത്വവും ഉണ്ടാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ മഹാകുംഭത്തിൻ്റെ അത്ഭുതകരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഓർമ്മയുണ്ടാകും. സംഗമതീരത്ത് അലയടിക്കുന്ന ജനസാഗരം, വിശ്വാസത്തിൻ്റെ അഗാധമായ പ്രവാഹം. ആ പുണ്യസ്നാനത്തിൻ്റെ നിമിഷത്തിൽ ഭാരതം അതിൻ്റെ സനാതനമായ ബോധത്തെ സാക്ഷാത്കരിക്കുന്നത് പോലെയായിരുന്നു. സുഹൃത്തുക്കളെ, മഹാകുംഭത്തിൻ്റെ അതേ പ്രവാഹം, അതേ മാഘമാസം, അതേ ഭക്തിയുടെ സ്വരം വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുമ്പോൾ ഒരു പുതിയ വ്യക്തിത്വം കൈവരിക്കുന്നു. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ മണ്ണിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യമുണ്ട്, മാമാങ്കം. ഇതിനെ പലരും മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ കേരള കുംഭം എന്നും പറയുന്നു. മാഘമാസത്തിൽ പുണ്യനദിയിലെ സ്നാനം, ആ നിമിഷത്തെ ജീവിതത്തിലെ മായാത്ത ഓർമ്മയാക്കി മാറ്റുക, ഇതാണ് അതിൻ്റെ ആത്മാവ്. കാലക്രമേണ ഈ പാരമ്പര്യം അപ്രത്യക്ഷമായതുപോലെയായി. ഏകദേശം 280 വർഷത്തോളം ഈ ഉത്സവം പണ്ട് കാലത്ത് നടന്നിരുന്ന അതേ ഗാംഭീര്യത്തോടെ ആയിരുന്നില്ല നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പൈതൃകത്തെ വീണ്ടും തിരിച്ചറിയുന്ന നമ്മുടെ രാജ്യത്ത് ചരിത്രം വീണ്ടും ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഇത്തവണ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ കേരള കുംഭം വിജയകരമായി സംഘടിപ്പിച്ചു. ആളുകൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങി. വാർത്ത കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പടർന്നു. താമസിയാതെ ഭക്തജനങ്ങൾ തിരുനാവായയിലേക്ക് എത്തിത്തുടങ്ങി. സുഹൃത്തുക്കളെ, മഹാകുംഭമായാലും കേരള കുംഭമായാലും ഇത് കേവലം സ്നാനത്തിനുള്ള ഒരു ഉത്സവമല്ല, ഇത് ഓർമ്മകളുടെ ഒരു ഉണർത്തലാണ്. ഇത് സംസ്കാരത്തെക്കുറിച്ചുള്ള പുനർസ്മരണയാണ്. വടക്ക് മുതൽ തെക്ക് വരെ നദികൾ വേറെയായിരിക്കാം, തീരങ്ങൾ വേറെയായിരിക്കാം, പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രവാഹം ഒന്നാണ്. ഇതാണ് ഭാരതം. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച ആളുകൾ എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. തങ്ങളുടെ സത്കർമ്മങ്ങളിൽ ജനങ്ങൾക്ക് മുൻഗണന നൽകിയവർ. അമ്മ ജയലളിത അത്തരത്തിലുള്ള ഒരു ജനപ്രിയ നേതാവായിരുന്നു. ഫെബ്രുവരി 24 അവരുടെ ജന്മദിനമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അവരോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ഇന്നും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മ ജയലളിതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുഖം പ്രകാശിക്കും. നമ്മുടെ സ്ത്രീശക്തിക്ക് അവരുമായുള്ള ബന്ധം അതിലും സവിശേഷമായിരുന്നു. അതിനൊരു കാരണം അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കുമായി നിരവധി പ്രശംസനീയമായ കാര്യങ്ങൾ ചെയ്തു എന്നതാണ്.
സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിനും അവർ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവരിൽ രാജ്യസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. അതോടൊപ്പം ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അവർക്ക് വലിയ അഭിമാനമുണ്ടായിരുന്നു. അമ്മ ജയലളിതയുമായുള്ള ഓരോ കൂടിക്കാഴ്ചയും ഓരോ സംഭാഷണവും എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഗുജറാത്തിൽ 2002-ലും 2012-ലും നടന്ന എൻ്റെ 2 സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലും അവർ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഗുഡ് ഗവേണൻസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കിടയിൽ പതിവായി സംഭാഷണങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അവരുടെ ചിന്തകൾ വളരെ വ്യക്തവും ആശയങ്ങൾ വളരെ ചിട്ടയുള്ളതുമായിരുന്നു. അത് അവരുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പൊങ്കലിൻ്റെ പുണ്യദിനത്തിൽ ഉച്ചഭക്ഷണത്തിനായി അവർ എന്നെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചിരുന്നു. സ്നേഹം നിറഞ്ഞ ആ ക്ഷണം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഒരിക്കൽ കൂടി ഞാൻ അവർക്ക് വിനീതമായ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ജയലളിത അവർക്ക് ഏൻ നിனைவாஞ்சலிകൾ സമുദായത്തിற்கு അവർ ആற்றிய சேவை என்றும் நினைவில் இருக்கும். എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട മിടുക്കരായ കൊച്ചുകുട്ടികളോടാണ്. ഈ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട്. ഈ മാസം ആദ്യം നടന്ന പരീക്ഷാ പേ ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പഠനത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എക്സാം വാരിയേഴ്സാണ്, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുകയായിരിക്കും. അതെ, ഈ സമയത്ത് മനസ്സിൽ ചെറിയ സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ തോന്നും എല്ലാം ഓർമ്മ കിട്ടുമോ എന്ന്. ചിലപ്പോൾ തോന്നും സമയം തികയാതെ വരുമോ എന്ന്. ഈ ഒരു വികാരം എല്ലാ തലമുറയിലെയും കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ തനിച്ചല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാർക്ക് ഷീറ്റല്ല. അതുകൊണ്ട് സ്വയം വിശ്വസിക്കുക. പഠിച്ചത് പൂർണ്ണ മനസ്സോടെ എഴുതുക. അറിയാത്ത ചോദ്യം വന്നാൽ ആ ചോദ്യത്തെ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കരുത്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. അവർ നിങ്ങളുടെ നമ്പറുകൾ കൊണ്ടല്ല, നിങ്ങളുടെ പരിശ്രമത്തിലൂടെയാണ് നിങ്ങളെ തിരിച്ചറിയുന്നത്. അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ സന്തോഷിക്കുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കുമെന്നും ജീവിതത്തിൽ വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നും. സുഹൃത്തുക്കളെ, ഇത് റംസാൻ മാസമാണല്ലോ. ഈ പുണ്യമാസത്തിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹോളി ഉത്സവം വരികയാണ്. അതായത് നിറങ്ങളുടെയും ചിരിയുടെയും സന്തോഷത്തിൻ്റെയും സമയം നമ്മെ തേടിയെത്തുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം സന്തോഷത്തോടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കൂ. പിന്നെ ചില കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ഉദാഹരണത്തിന് വോക്കൽ ഫോർ ലോക്കൽ നമ്മുടെ ഹോളി ആഘോഷങ്ങളിലും മറ്റുള്ള ആഘോഷങ്ങളിലും വിദേശ നിർമ്മിതമായ പല സാധനങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അവയെ ആഘോഷങ്ങളിൽ നിന്നും ഹോളിയിൽ നിന്നും അകറ്റി നിർത്തുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള യജ്ഞത്തിലും നിങ്ങൾ സഹായിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് എല്ലാ മാസവും മൻ കി ബാത്തിനായി നിങ്ങളുടെ ധാരാളം നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങളിലൂടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ പ്രതിഭകളെക്കുറിച്ച്
ഞങ്ങൾ അറിയുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കപ്പുറം സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള നിരവധി പ്രചോദനാത്മകമായ കഥകൾ നിങ്ങളിലൂടെ രാജ്യമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുക. ഞാൻ നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി കാത്തിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്കായി 1000 ആശംസകൾ നേരുന്നു. വളരെയധികം നന്ദി. നമസ്കാരം.